ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ജെലാറ്റിനും അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാത്ത ഒരു പുഡിംഗ് ആണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒത്തിരി പഴുത്തിട്ടുള്ള ബനാനയാണ്. അത് ഈ തൊലിയെല്ലാം കറുത്തതായതുകൊണ്ട് ഇനി ആരും കഴിക്കത്തില്ല. അപ്പോൾ അത് വേസ്റ്റ് ആക്കാതെ നമ്മളൊരു പുഡിംഗ് പോലെ ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തണുപ്പില്ലാതെയും ഇത് കഴിക്കാൻ പറ്റും. ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് നമ്മൾ മിക്സി ജാറിലൊന്ന് അടിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 4 ബനാനയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പഞ്ചസാര ഇടാതെ വെച്ചാലും ടേസ്റ്റിയാണ്, പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് ആദ്യം മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് നെരടിയാലും മതിയായിരിക്കും. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തു. നമുക്കതൊരു നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ബനാന പുഡിങ്ങും ഐസ്ക്രീം അങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മതി. എന്നിട്ട് ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക. നമ്മൾ ഗോതമ്പ് പൊടിയുടെ കൂടെ ഇട്ടാലും മതി, അല്ലാതെ ഇട്ടാലും കുഴപ്പമില്ല. സോഡാ ഉപ്പ് താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ഞാൻ സോഡാ ഉപ്പൊന്നും ചേർക്കാറില്ല. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് അടുത്ത് ചേർക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി ഞാൻ ഒരു 2 സ്പൂൺ. അപ്പം നമ്മൾ ഈ പഴം എത്ര എടുത്തിട്ടുണ്ടോ അതിൻ്റെ അനുസരിച്ചാണ് ഗോതമ്പ് പൊടി ചേർക്കേണ്ടത്. ആദ്യം ഇത്രയും മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക. മെഷറിങ് ഉണ്ടെങ്കിലേ ചെയ്യാൻ അറിയത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം പഴം അടിച്ചെടുക്കുന്നത് ഒരു സോസറിലെടുക്കണം, അല്ലെ ഒരു കപ്പിലെടുത്തിട്ട് അത് എത്രയുണ്ടോ അതിൻ്റെ അതേ സെയിം അളവ് നമ്മൾ ഗോതമ്പ് പൊടിയും എടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗോതമ്പ് പൊടിയും ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഗോതമ്പ് പൊടി എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ മധുരം കൂടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി പാലും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗറോ ശർക്കരയോ ചേർത്താലും ഇതേ സെയിം ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ ബാറ്റർ ഒത്തിരി തിക്കാവുകയും ചെയ്യരുത്, ഒത്തിരി ലൂസായിട്ടും വരരുത്. കേക്കിൻ്റെയൊക്കെ ബാറ്ററിൻ്റെ രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസി എടുത്താൽ മതി. അപ്പോഴേ നമുക്കത് സെറ്റായി കിട്ടത്തുള്ളൂ. ഇതിന് ഇച്ചിരി കൂടെ പാല് ചേർക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 2 സ്പൂൺ കൂടെ പാല് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്ലേവർ വേണമെങ്കിൽ ഏലക്കായാണ് ഞാൻ ചേർക്കുന്നത്. എസൻസ് ഉണ്ടെങ്കിൽ എസൻസ് ചേർക്കാം, വനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഏതെങ്കിലും ചേർക്കാം. ജീരകം ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകം പൊടിച്ചതോ ജീരകമായിട്ടോ ഇട്ടാലും ടേസ്റ്റിയാണ്. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇച്ചിരി കൂടെ ഒരു സ്പൂൺ കൂടെ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത്രയും ആയാലും ഓക്കെയാണ്. പക്ഷേ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ഇച്ചിരി ലൂസായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഈ പഴം കൊണ്ട് ഉണ്ണിയപ്പവും ബോണ്ടായും അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാം. ഇതൊരു ഡിഫറെൻ്റായിട്ട് ഉണ്ണിയപ്പവും അല്ല ബോണ്ടായും അല്ല, ഒരു പുഡിങ്ങിൻ്റെ രീതിയിൽ നമ്മളല്ലാതെ പുഡിങ് ഉണ്ടാക്കുന്നത് പോലെ അത്രയും കഷ്ടപ്പെടുകയും വേണ്ട. ജെലാറ്റിനും അഗർ അങ്ങനത്തെ സാധനം ഒന്നും മേടിക്കുകയും വേണ്ട. അതിനാണ് ഇങ്ങനെ ഓർത്ത് ഇതുപോലെ ഒരു സോസറിനകത്ത് നമുക്ക് മാവിരിക്കുന്നതനുസരിച്ച് ഞാൻ ചെറിയൊരു സോസറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ബാറ്റർ അങ്ങ് വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് എടുക്കാം. ഞാൻ അപ്പം ഈ സോസറിൻ്റെ അത്രയുമേ എനിക്ക് മാവുള്ളൂ, അതുകൊണ്ട് ഞാൻ അത്രയുമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റാനാണ്. ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് മതിയായിരിക്കും. ഇത് തീരെ കുറച്ച് മാവേ ഉള്ളൂ, അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട. എപ്പോഴും തുറന്ന് നോക്കേണ്ട. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തുറന്ന് നോക്കിയാൽ മതിയായിരിക്കും. നമ്മുടെ ബനാന പുഡിംഗ് റെഡിയായിട്ടുണ്ട്.
നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് ഞാൻ സ്പൂൺ വെച്ച് ഇളക്കി നോക്കിയതാണ്. അത് നടുക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂടാണ്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മുടെ ബനാന പുഡിംഗ് 10 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. ഒത്തിരി താമസമൊന്നുമില്ല. നമുക്ക് തണുപ്പ് പോകാനോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഡെയിലി ആവശ്യമുള്ള യൂസ് ചെയ്യുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ എന്തെങ്കിലും റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.